അവരുടെ ആ രണ്ട് സ്ഥാനപ്പേരുകളും വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് ആ തഫ്സീറിന് വേറെ ഒരു പേരിൻ്റെ ആവശ്യമില്ല. ആ രണ്ട് ജലാലുകളിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്നതോടെ ആ തഫ്സീറിൻ്റെ മഹത്വവും ആഴവും ദിഖത്തും അതിലെ തഹ്ഖീഖുകളും തദ്ഖീഖുകളും വളരെ ആഴമേറിയ ഇശാറത്തുകളും എല്ലാം സൂചിപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ അവയിലേക്ക് ഒരു ഇൽമിൻ്റെ ആളുടെ ചിന്തകളെ നോട്ടങ്ങളെ പിടിച്ചു വലിക്കാൻ അതിന് മറ്റൊരു പേര് കൊടുക്കാതെ ഇളാഫത്ത് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പണ്ഡിത ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തഫ്സീറുൽ ജലാലൈൻ, രണ്ട് ജലാലുകളുടെ തഫ്സീർ എന്ന് തന്നെ പറയുന്നു. മറ്റുള്ളവർക്ക് പേരുകൾ പ്രത്യേകമായി വിളിക്കുമ്പോൾ ഈ ഇളാഫത്ത് എല്ലാ പേരുകളെയും വെല്ലുമെന്ന് നാം അതിൽ നിന്ന് മനസ്സിലാക്കണം.